നമസ്കാരം. ഇന്നലെ മലയാളത്തിൻ്റെ മഹാനായ നടൻ സലീം കുമാർ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെച്ചിരുന്നിടത്തും പിന്നെ അത് കഴിഞ്ഞ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും മലയാളത്തിൻ്റെ മാധ്യമങ്ങളും പിന്നെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ മറ്റേ മടലിൽ മൊബൈൽ കുത്തി തിരുകി വെച്ചവന്മാരാണല്ലോ ഇപ്പം മൊത്തം നിയന്ത്രിക്കുന്നത്. ഇവന്മാർക്ക് റീച്ചിന് വേണ്ടി ഇവന്മാർ അവിടെ ചെന്ന് എന്തെല്ലാം വൃത്തികേടാണ് കാണിക്കുന്നത്. അവസാനം ആ ചെറുക്ക് ഇറങ്ങി തള്ളക്കി വിളിച്ച് ഓട്ടിച്ചവന്മാർ. സത്യമായിട്ടും ഈ കേരളത്തിൻ്റെ നിയമ സംവിധാനവും പോലീസും ഒക്കെ ഇതിനൊരു നിയന്ത്രണം വയ്ക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഇതും കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് നടക്കണവന്മാരുണ്ടല്ലോ, നല്ല മടല് കവളി മടല് വെട്ടി അടിക്കണവന്മാർ. കാര്യം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൻ്റെ വേദന, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ വേദന, ഇതിൻ്റെയൊക്കെ മുമ്പ് ചെന്ന് ഇവന്മാർ കാണിക്കണ കുറേ കോപ്രായങ്ങളുണ്ട്. കഷ്ടങ്ങളാണ് കേട്ടോ യുവന്മാരെയൊക്കെ ഈ മൈൻഡ് സെറ്റ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ മരണ വീട്ടിലേക്ക് വരുന്ന ആളിന് ഷോളടിയിക്കാൻ പോണ കുറേ വാച്ചന്മാർ, സെൽഫി എടുക്കാൻ പോണ കുറേ വേട്ടാവളിയന്മാർ. കഷ്ടമാണ്. എന്നിട്ട് പറയും പ്രബുദ്ധതയിലെല്ലാം നമ്മൾ ഒന്നാതാണ് മറ്റതാണ്. ഒരു മരണ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറണമെന്നോ അല്ലെങ്കിൽ ആ പെരുമാറേണ്ട രീതി എങ്ങനെയെന്നോ ഇതുപോലും അറിഞ്ഞുകൂടാതെയാണ് യുവന്മാർ നടക്കണം. യുവന്മാരെ ഈ ആ കമ്പ് മറ്റേ കണാട്ടില് മറ്റേ മൊബൈലിൽ കുത്തിച്ചേണ കണാട്ടില്ലേ, അത് പിടിക്കുവാൻ യുവന്മാരെ അറിയണം, ഓട്ടിച്ചിട്ട് അറിയണം. അതാണ് ചെയ്യാനുള്ളത്. അവസാനം ആ ചെറുക്കൻ ഒരു റൗണ്ട് തള്ളക്കി കൊടുത്തപ്പം ഒന്ന് ഒതുങ്ങി എന്ന് പറഞ്ഞു. ഞാനെങ്ങാനും ഇടുന്നില്ല ഇവന്മാർ അവിടെ ഇട്ട് അറിഞ്ഞേനാ ഞാൻ. കാഴ്പണം കേട്ട വാച്ചന്മാർ ഓൺലൈനിലെ തൊലി.